ഇന്ന് നമുക്ക് ഒസിമാൻഡിയസ് എന്ന കവിതയിലേക്ക് പോകാം. ഒസിമാൻഡിയസ് പേഴ്സി ബിഷ് ഷെല്ലി എഴുതിയ പ്രശസ്തമായ ഒരു കവിതയാണ്. അധികാരവും അഹങ്കാരവും വിജയവും എന്നും നിലനിൽക്കില്ല എന്നതാണ് കവിത നൽകുന്ന സന്ദേശം. കവി ഒരു പുരാതന രാജ്യത്തു നിന്നുള്ള ഒരു യാത്രക്കാരനെ കണ്ടുമുട്ടിയതായി കവിതയിൽ പറയുന്നു. ഒരു വലിയ മരുഭൂമിയിൽ താൻ കണ്ട ഒരു തകർന്ന പടുകൂറ്റൻ പ്രതിമയെക്കുറിച്ച് യാത്രക്കാരൻ കവിയോട് പറയുന്നു. പ്രതിമയുടെ 2 വലിയ കൽക്കാലുകൾ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. തകർന്ന പ്രതിമയുടെ മുഖം മണലിൽ പകുതി മൂടപ്പെട്ട നിലയിൽ കിടക്കുന്നു. മുഖത്ത് കോപഭാവവും ചുളിഞ്ഞ ചുണ്ടുകളും അഹങ്കാരം നിറഞ്ഞ പുഞ്ചിരിയും കാണാം. ഈ മുഖഭാവങ്ങൾ രാജാവ് അഹങ്കാരിയും ശക്തനും കഠിനഹൃദയനും മറ്റുള്ളവരെ ഭരിക്കാൻ ഇഷ്ടപ്പെട്ടവനുമായിരുന്നുവെന്ന് കാണിക്കുന്നു. ശില്പി വളരെ കഴിവുള്ളവനായിരുന്നു. രാജാവിൻ്റെ വികാരങ്ങൾ കല്ലിൽ വളരെ ശ്രദ്ധാപൂർവം കുത്തിവെക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രതിമ തകർന്നു പോയെങ്കിലും ശില്പിയുടെ കലാസൃഷ്ടി ഇപ്പോഴും കാണാൻ കഴിയും. പ്രതിമയുടെ പീഠത്തിൽ ഒരു സന്ദേശം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മൈ നെയിം ഈസ് ഒസിമാൻഡിയസ്, കിങ് ഓഫ് കിങ്സ്. ലുക്ക് ഓൺ മൈ വർക്ക്സ്, യു മൈറ്റി ആൻഡ് ഡിസ്പെയർ. എൻ്റെ പേര് ഒസിമാൻഡിയസ് എന്നാണ്, അതായത് രാജാക്കന്മാരുടെ രാജാവ്. മഹാശക്തന്മാരെ, എൻ്റെ മഹത്തായ നേട്ടങ്ങൾ കണ്ട് നിങ്ങൾ നിരാശപ്പെടുക. ഇതാണ് പ്രതിമയുടെ പീഠത്തിൽ എഴുതി വച്ചിട്ടുള്ളത്. ഈ വാക്കുകളിലൂടെ താനാണ് ഏറ്റവും മഹാനായ രാജാവെന്ന് ഒസിമാൻഡിയസ് പറയുന്നു. തൻ്റെ മഹത്വത്തോട് താരതമ്യം ചെയ്യുവാൻ മറ്റൊരു ഭരണാധികാരിക്കും കഴിയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തൻ്റെ രാജ്യവും നേട്ടങ്ങളും എന്നേക്കുമായി നിലനിൽക്കുമെന്ന് അദ്ദേഹം കരുതി. എന്നാൽ യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ മഹത്തായ രാജ്യത്തിൻ്റെ യാതൊരു അടയാളവും ഇപ്പോൾ അവശേഷിച്ചിട്ടില്ല. വിജനമായ മരുഭൂമിയിൽ തകർന്ന പ്രതിമ മാത്രം അവശേഷിക്കുന്നു. പ്രതിമയ്ക്ക് ചുറ്റുമുള്ള അനന്തമായ മണൽ കാലമെല്ലാം നശിപ്പിച്ചുവെന്ന് കാണിക്കുന്നു. രാജാവിൻ്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകളും തകർന്ന പ്രതിമയും തമ്മിലുള്ള വ്യത്യാസം കവിതയിൽ വിരോധാഭാസം, അതായത് ഐറണി എന്ന പോയറ്റിക് ഡിവൈസ് കൊണ്ടുവരുന്നു. കാലവും പ്രകൃതിയും തന്നെയാണ് ഏറ്റവും ശക്തരായ ഭരണാധികാരികളെക്കാൾ വലുത് എന്ന സന്ദേശമാണ് കവിത നൽകുന്നത്. അധികാരവും പണവും പ്രശസ്തിയും എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രാജാക്കന്മാരെയും രാജ്യങ്ങളെയുംക്കാൾ കൂടുതൽ കാലം കലാസൃഷ്ടികൾ നിലനിൽക്കുമെന്ന് കവിത കാണിക്കുന്നു. കാരണം ശില്പിയുടെ കലാസൃഷ്ടി ഇപ്പോഴും അവശേഷിക്കുന്നു. മനുഷ്യൻ്റെ യാതൊരു അധികാരവും എന്നേക്കുമായി നിലനിൽക്കില്ലാത്തതിനാൽ നാം വിനയമുള്ളവരായിരിക്കണം എന്നതാണ് കവിയായ ഷെല്ലിയുടെ സന്ദേശം.